വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 16 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. യേശുനാഥൻ ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതിനെപ്പറ്റി വ്യക്തമായി തൻ്റെ ശിഷ്യന്മാരോട് പറയുകയും അതവരുടെ ജീവിതത്തിന് വേദനകളുടെ ഒരു കാലഘട്ടം സമ്മാനിക്കുമെന്ന് അവരെ ഓർമ്മപ്പെടുത്തുകയുമാണ് ചെയ്യുക. അല്പനേരത്തേക്ക് കാണുകയില്ല, വീണ്ടും കാണും. ഇത് പറയുമ്പോൾ ഈ അല്പനേരം എന്ന് പറയുന്നത് ക്രിസ്തു ശിഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും അസ്വസ്ഥത നിറഞ്ഞ ഒരു കാലഘട്ടം കൂടിയാണ്. എന്നാൽ യേശുനാഥൻ അവസാനിപ്പിക്കുന്ന ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ യേശുനാഥൻ അവസാനിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ലോകം നൽകുന്ന സന്തോഷവും ഈ ലോകം നൽകുന്ന സങ്കടങ്ങളും, ദൈവം നൽകുന്ന സന്തോഷവും ദൈവം നൽകുന്ന സങ്കടങ്ങളും തമ്മിലുള്ള വ്യത്യാസമാണ്. അപ്പോസ്തലന്മാരെ ഈ ലോകവും ഈ ലോകത്തിൻ്റെ ഭരണാധികാരികളും പീഡിപ്പിക്കും. അവരുടെ ജീവിതത്തിന് ഒത്തിരിയേറെ വേദനകളുടെ നിമിഷങ്ങളുണ്ടാവും. എന്നാൽ അത് കണ്ട് ലോകം സന്തോഷിക്കുമ്പോൾ ദൈവം ക്രിസ്തുവിനോട് കൂടെ നടന്നവൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളെ സന്തോഷമാക്കി രൂപാന്തരപ്പെടുത്തും എന്ന് തന്നെയാണ് ഉറപ്പ് കൊടുത്തത്. ഈ ഭൂമിക്ക് നമ്മുടെ ജീവിതത്തിലേക്ക് സ്ഥായിയായ ഒന്നും നൽകാൻ കഴിയും. അത് സന്തോഷമായാലും സങ്കടമായാലും അതെല്ലാം കടന്നു പോവുക തന്നെ ചെയ്യും. കാരണം ഈ ഭൂമിയോട് ചേർന്ന് പോകുന്നതെല്ലാം ഈ ഭൂമിയുടെ കടന്നുപോക്കിൻ്റെ നിയമത്തോട് ചേർന്ന് മാത്രമേ നമുക്ക് നോക്കിക്കാണാനായിട്ട് കഴിയുകയുള്ളൂ. ഈ ഭൂമിയും ഈ ഭൂമിയോട് ചേർന്ന് പോകുന്നതെല്ലാം കടന്നു പോകുന്നതായതുകൊണ്ട് ഈ ഭൂമി നൽകുന്നതെല്ലാം കടന്നു പോകുക തന്നെ ചെയ്യും. മനുഷ്യൻ ഈ ഭൂമിയുടെ സന്തോഷത്തിൽ ഏറെ ആശ്രയിക്കുന്നുണ്ട്. ഈ ഭൂമിയോട് ചേർന്നുള്ള സന്തോഷത്തിൽ നിലനിൽപ്പുണ്ടെന്ന് പ്രതീക്ഷിക്കുകയും ആ സന്തോഷത്തിൻ്റെ പിന്നാലെ പരക്കം പായുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ കാണുന്ന ഏറ്റവും വലിയ വൈരുദ്ധ്യം അത് തന്നെയാണ്. ലോകം നൽകുന്ന സങ്കടങ്ങളൊക്കെ സന്തോഷമായി മാറുമ്പോൾ ലോകം നൽകുന്ന സന്തോഷങ്ങളൊക്കെ സങ്കടമായി രൂപാന്തരപ്പെടും. ഈ പ്രക്രിയ ഏറ്റവും കൃത്യതയോടുകൂടി അപ്പോസ്തലന്മാരെ യേശുനാഥൻ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുക. സഭയുടെ എക്കാലത്തെയും ജീവിതത്തിൻ്റെ ആത്മീയമായ വളർച്ചയ്ക്ക് ഈ ചിന്തയോട് ചേർന്ന് നടക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ ലോകം നൽകുന്നതൊന്നും നിലനിൽക്കില്ല എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കാനായിട്ട് കഴിയണം. നിലനിൽപ്പുള്ളത് ക്രിസ്തു നൽകുന്ന കാര്യങ്ങളിൽ മാത്രമാവണം. അതുകൊണ്ട് തന്നെ ഈ ലോകം നൽകുന്നതിന് വിപരീതമായ ഒന്ന് നമ്മുടെ ജീവിതത്തിൻ്റെ നിത്യതയോട് ചേർത്ത് ലഭ്യമാകുന്നുണ്ടെന്നുള്ള തിരിച്ചറിവ് ഉണ്ടാവുക. ഈ ലോകത്തിൻ്റെ സന്തോഷങ്ങളുടെ പിന്നാലെ പരക്കം പായുന്ന ഈ ആധുനിക യുഗം അറിയേണ്ടത് ഇത് ചെന്ന് അവസാനിക്കുന്നത് എവിടെയാണ് എന്ന് ബോധം ഉണ്ടാവുക. വിശാലമായ വഴി ചെന്ന് അവസാനിക്കുന്നത് മുന്നോട്ട് നിനക്ക് ഇരുൾ മാത്രം സമ്മാനിക്കുന്ന ഇരുണ്ട ഗുഹയിലാണ്. എന്നാൽ യേശുനാഥനോടൊപ്പം നടക്കുന്നവൻ്റെ ഇരുണ്ട വഴികൾ, ഈ ലോകം സമ്മാനിക്കുന്ന ഇടുങ്ങിയ വഴികൾ അവനെ കൊണ്ടെത്തിക്കുന്നത് വിശാലമായ നിത്യതയുടെ സന്തോഷത്തിലേക്കാണ്. ഈ സന്തോഷത്തെ മുന്നിൽ കണ്ടുകൊണ്ട് നടക്കാനായിട്ട് നമുക്ക് കഴിയട്ടെ. നമ്മുടെ സങ്കടങ്ങളും നമ്മുടെ ദുഃഖങ്ങളും സന്തോഷമായി മാറും എന്നുള്ള ശുഭപ്രതീക്ഷയോടുകൂടെ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.